guys, it's me Patu and ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചെറിയ തട്ടുകടയാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെറുപ്പത്തെ ഒരു തട്ടുകടയാണ്. അപ്പോൾ നമുക്ക് ആ തട്ടുകട ഒന്ന് കണ്ടാലോ? അപ്പോൾ കുറച്ച് പേര് അവിടെ ഇരിക്കുന്നുണ്ട്, നമുക്ക് എല്ലാവരും നോക്കാം. ഓക്കെ, ഹായ്. ഹലോ ഗൈസ്. ഹലോ ആളോടെ യെസ് ഗൈസ്. അപ്പം ഞങ്ങള് എന്താ ചെയ്യണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങള് ഈ തട്ടുകട തുടങ്ങാൻ തീരുമാനിച്ചതെന്ന് ഈ സാധനമാണ് തുടങ്ങി വെച്ചത്. അങ്ങനെ സാധനം ഒന്നും വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ എല്ലാവർക്കും? അത് അവരെല്ലാം വിളിച്ചിട്ട് ഇവളാണ് തുടങ്ങി വെച്ചത്. ശരി പറഞ്ഞ ഞങ്ങളും കൂടി ഇപ്പൊ നമ്മൾ ഈ തുടങ്ങി വെച്ചത് നമുക്ക് ഇപ്പൊ പാവപ്പെട്ടവർക്ക് ഡൊണേറ്റ് ചെയ്യാനാണ്. കിട്ടണ കാശ് അവർക്ക് ഡൊണേറ്റ് ചെയ്യാനാണ്, അല്ലാതെ വെറുതെ. നമ്മുടെ കട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്യൂപ്ലേറ്റ് കടയാണ്. ഇനിയിപ്പോ ആരെങ്കിലും കുക്കിംഗ് കടയാണ്. അപ്പൊ ഗൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് ഇപ്പൊ ആരെങ്കിലും ഒരു 10 രൂപയോ എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മള് പൈസ എടുത്തണം. എന്നറിയോ, നമ്മളുടെ ഇപ്പൊ ഒരു 10 രൂപ 1 രൂപ എന്താന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അവർക്ക് ഡൊണേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും അതിലൂടെ നമുക്ക് എത്ര പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഡൊണേറ്റ് ചെയ്യാണ്. അപ്പം ചായ നമ്മള് ഇവിടെ ചായയാണ് മെയിന്. ചായയും ചിക്കൻ ബിരിയാണി ആൻഡ് ഫിഷ് ബിരിയാണി എന്നാണ് എൻ്റെ പേര് ഗൈസ്. യൂട്യൂബ് ചാനലിൽ ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ലോങ് വീഡിയോ ആണ്. ഞാൻ ഷോർട്സ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആള്. എന്താണെന്ന് അറിയില്ല നമ്മുടെ ചായ. ഒരാൾ ഓർഡർ തന്നിട്ടുണ്ട് 2 പേര്. ഞാൻ നിങ്ങൾക്ക് 2 പേരിലും നേരത്തെ 2 പേര് എഴുതാൻ പറഞ്ഞു ഗൈസ്. നമ്മുടെ ബുക്കാണ് കേട്ടോ. നമ്മുടെ പെണ്ണോടെ പോയി ഗൈസ്. പെണ്ണ് കാണാനല്ലേ പിന്നെ നമ്മൾ എന്താ ഗൈസ് ചെയ്യുക? അപ്പം എന്താ ഗൈസ് ഇവിടെ കിടക്കുന്നു നമ്മളുടെ പെൺ. ഓക്കെ, നമുക്ക് എഴുതാം. ഇപ്പോൾ 4 പേരായിട്ടുണ്ട്. നമുക്കിനി 2 പേരിനെയും കൂടി കൂട്ടാം. അപ്പം 5 പേരായി. 5 പേര് നമ്മൾ കടയിൽ നിന്ന് ചായ മേടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ A ഇട്ട് കൊടുക്കുക. ബിരിയാണി ആണെങ്കിൽ B ഇട്ട് കൊടുക്കും. നമ്മൾ ഇപ്പം ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ചായൻ്റെ ഇതാണ് കേട്ടോ. ഇപ്പം രാവിലെ കാരണം കൊണ്ട് എല്ലാവർക്കും ചായ തന്നെയാണ്. നമ്മളെന്താ ചായയിൽ 6 പേര് ഗായ്സ് നമ്മുടെ ഷോപ്പിലോട്ട് ചായ മേടിക്കാൻ വന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം രാവിലെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് ചായയും കാര്യങ്ങളൊക്കെ വെക്കുന്നേ. അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഡർ വന്നു ഗൈസ്, അത് കൊടുക്കാനാണ് ഗൈസ് നമ്മൾ ഇത്രയും ചായ നമ്മൾ ഉണ്ടാക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത കസ്റ്റമേഴ്സിനും കൊടുക്കാനുള്ളതാണ്. ഒരാളിവിടെ കടന്ന് ചിരിക്കണം നോക്കൂ. അവർക്ക് തന്നെയുള്ള ചായയാണ് ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കുള്ള ചായയാണ് ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പം അവർക്കുള്ള ചായ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് 2 ഗ്ലാസേഴ്സിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് കൊടുത്തിട്ട് വരട്ടോ പാർസൽ. നമുക്ക് പാർസൽ ചേച്ചി കൊണ്ടുപോവാം. ചേച്ചി അപ്പോൾ നമുക്ക് 2 ആൾക്കും വേണ്ട. നമുക്ക് ഒരു കസ്റ്റമറിന് കൊടുത്തിട്ട് വരാം. നമുക്കൊന്ന് പോയിട്ട് വരാം കേട്ടോ. നമ്മൾ ചെരുപ്പിടാണ് കേട്ടോ പോകുന്നത്. ഇതാണ് ചായ പറയുന്നത്. അപ്പം മേലോട്ട് പോകണം. നമ്മൾ മേലോട്ടെന്ന് പറഞ്ഞാൽ അത്ര മേലോട്ടല്ല, നമ്മുടെ ഈ ഒരു സ്റ്റെപ്പ് കാണുന്ന പോലെ തന്നെ മേലോട്ട് പോവാം.